എടാ മാനം മര്യാദ ജീവിച്ചില്ല അടിച്ച് നിന്റെ ബോണറ്റ് ചെയ്യാൻ എടുത്തുകളും മനസ്സിലായോ? എനിക്ക് തരാനുള്ള എടുത്തു. ആ പൊക്കം പൊക്കം. എന്താ കാര്യം? എന്റെ ചേട്ടൻ ഇവിടെ. ചേട്ടൻ എന്ന് പറഞ്ഞ കോൺസ്റ്റബിളോ അതോ ഹെഡ് കോൺസ്റ്റബിളോ റൈറ്ററോ? ഏതാ തത്തിയ? ചേട്ടനെ ഇന്നലെ ഒരടിപിടി കേസ് ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആഹാ, അവനോ? ആവാ. ഹലോ, എസ് ഐ ഔട്ട് ഓഫ് സ്റ്റേഷന്. എസ് ഐ ഔട്ട് ഓഫ് സ്റ്റേഷന്. എന്ത് മാസം 6 ആയെന്നാ? ചിലപ്പോ മാസം 6 അല്ല, ചിലപ്പോ 6 കൊല്ലായെന്ന് വരും. നമുക്ക് അല്പം കാശ് ഒത്തു തന്നെ. അതെ, ഹലോ, ഞങ്ങളിവിടെ പറഞ്ഞാട്ടോ. ആ അതെ, മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ കാറ് വിളിക്കാനേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളോ. അതെ, എന്താട്ടാന്ന്? അത് തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളും. തിരുവനന്തപുരത്ത് പാസ്സായി വന്നോളും. സമയം എടുക്കുമെന്നോ, എപ്പോ കിട്ടുമെന്നോ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കിട്ടില്ല എന്ന് വരും. അതിനിപ്പം തൊട്ടാ പറ്റിയേ? ഇനി മേലെ കാശെന്നും പറഞ്ഞ് ഇങ്ങടങ്ങ ഫോൺ വിളിച്ചാണ്ടല്ലോ, അട്ടിച്ച് നിന്റെ ബോണറ്റ് ഇളക്കും. കാറിന്റെ അല്ല, നിന്റെ ബോണറ്റ് ഇളക്കുമെന്ന്. നീ ആരും കാര്യം മനസ്സിലായിണ്ടോ? എന്താ കുരിശ്? ആ ടൂറിസ്റ്റുകാരല്ലേ, ആ KL 455. അത് തന്നെ. ഇന്നാള് മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ നമ്മൾ കാറ് വിളിച്ചില്ലേ, അതിന്റെ കാശ് കൊടുക്കാൻ. പിന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അതിന്റെയും കാശ് കൊടുക്കാൻ. അതൊക്കെ അപ്പഴേ തീർന്നില്ലേ? ആ താൻ തുട്ടണ വിളിച്ചേ? പുറത്തൊരു വനിതാ രത്നം വന്നു ഉൾപ്പെട്ട. ആരണ്ടാ രത്നമ്മ? മഹിളാ രത്നം. കാണാനില്ലല്ലോ. എവിടെയുണ്ടോ തന്റെ രത്നമ്മ? ഇപ്പൊ വിളിച്ചോണ്ട് വരാം. വാ. എന്താണാവോ വിശേഷം? എന്റെ ചേട്ടനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തുട്ടാ ചേട്ടൻ നല്ല പേര്? തമ്പി. തമ്പി. ആ പിടിച്ചോണ്ട് വന്നുണ്ട്. അതിനിപ്പോ എന്തു വേണാവോ? സാർ രക്ഷിക്കണം. അതെ, രക്ഷിക്കുക ശിക്ഷിക്കുക എന്നൊക്കെ പറയണത് ഞങ്ങളുടെ ജോലിയല്ല. പിടിക്കുക, ഇവിടെ കൊണ്ടുവന്ന് ഇടുക, പിന്നെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് SI സാറിന്റെ കടമേനി. ക്രാവിന് എന്തുട്ടാ വേണമെച്ചാല് SIയോടാ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ലാന്ന്. ആശാനി പെങ്കൊച്ചിനെ കണ്ടിട്ട് എന്താ ഇത്ര ഒരു അലിവ്? മോന്തക്കുറ്റിക്ക് ഒറ്റ പൂശെന്നാണ്ടല്ലോ. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലോ. വ്യാകുല മാതാവിന്റെ മുഖമാണ് ഈ കുട്ടിക്ക്. മാതാവിന്റെ മുഖം കണ്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മാതാവേ, ഞാൻ ആകെ അപ്സെറ്റ് ആവട്ടോ. വാ കൊച്ചേ, നിനക്ക് നിന്റെ ചേട്ടനെ കണ്ടേ? ഒരു പ്രശ്നല്ലേട്ടോ, വന്നോളൂ. ഒരു പ്രശ്നമില്ല, വന്നോളൂ. ഇത് പോലീസ് സ്റ്റേഷന്. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. വരാൻ പറയൂ. കംപ്ലൈന്റ് വല്ലതും കൊണ്ടുവന്നാണോ? അല്ല. ഞാൻ വിചാരിച്ചു ആ ബൈക്കുകാരന്റെ പേരിൽ വല്ല കംപ്ലൈന്റ് എഴുതി കൊണ്ടുവന്നാണെന്ന്. ക്ഷമിക്കണം സർ, ഞാൻ ആണറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അതിന് തെറ്റ് ചെയ്തത് ഞാനല്ലേ? ആ സമയത്ത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ. പറഞ്ഞോളൂ. എന്റെ ചേട്ടനെ ഇന്നലെ പോലീസ് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താ പേര്? ഗീത. ചേട്ടന്റെ പേര്? തമ്പി. ആ തമ്പിയെ വിളിച്ചോണ്ടൊരു. തന്നെ ഇൻസ്പെക്ടർമാരെ വിളിക്കുന്നു. ചേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുത്ത് വിട്ടയക്കണം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മയും ഒരു അനിയത്തെയും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തമ്പി മദ്യപിച്ച് അടിയുണ്ടാക്കിയതിനാണ് കസ്റ്റഡിയിലെടുത്തത്. എന്നാലും സാറ് വിചാരിച്ചാൽ. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിക്കാൻ പാടില്ല. സാർ, എടോ, തനിക്ക് എത്ര വയസ്സായി? 30 വയസ്സ്.
ഒരു മനുഷ്യന്റെ പകുതി ആയുസ് താൻ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ കുടുംബത്തിന് വേണ്ടിയോ ഈ നാടിന് വേണ്ടിയോ അറ്റ്ലീസ്റ്റ് തനിക്ക് വേണ്ടിയെങ്കിലും താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹലോ, ആണുങ്ങളായാൽ തല കുനിച്ചല്ല നിൽക്കേണ്ടത്, തല നിവർത്തി നിൽക്കണം. മനസ്സിലായോ? ഗീത പോയിക്കോളൂ. സർ, ചേട്ടനെ കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾക്ക് പോവാം. ഈ തണ്ടും തടിയും വലിയ മീശയൊക്കെ വെച്ചുകൊണ്ട് ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആണുങ്ങളെ രക്ഷിക്കാൻ വീട്ടിലെ പെണ്ണുങ്ങൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങാന്ന് വെച്ചാൽ അത് അന്തസ്സുള്ള പുരുഷന്മാർക്ക് ചേർന്നതല്ല. തമ്പിയേട്ടൻ വരുന്നുണ്ട്. നീ ചേട്ടനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അമ്മ കേൾക്കും. അവരെപ്പോഴാ ചേട്ടന് വിട്ടത്? കുറെ നേരത്തെ. ചേട്ടൻ അവര് വല്ലതും ചെയ്തോ? ഇല്ല, ആ ഇൻസ്പെക്ടർ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ആള് നല്ലവനാ, എന്നെ കുറെ ഉപദേശിച്ചു. ഇനിയെങ്കിലും ആരോടും വഴക്കിനും ബഹളത്തിനും പോരുത്. അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ. ഞാൻ ആരോടും വഴക്കിനും വയ്യാവലിക്കൊന്നും പോയില്ല. മെക്കിട്ട് കയറാമെന്ന കൈയും കെട്ടി നോക്കി വെക്കണം. മോളൊക്കെ അറിയാതെ എന്റെ പൊന്നുമോള് കിടന്നുറങ്ങ. മോൾക്കറിയാതെ നേരം എടുക്കുമ്പോ അമ്മ മോക്ക് വെള്ളയപ്പം പഴം വാങ്ങിച്ചരാം. ഇന്നൊന്നും വെച്ചില്ലേടി? എന്താ അത് വയ്ക്കാഞ്ഞേ? നിന്റെ നാവിറങ്ങിപ്പോയോ? ജോലി കേട്ടില്ലേ? അരി വയ്ക്കാൻ പൈസ വല്ലതും കൊടുത്തിട്ടാണോ നിങ്ങൾ പോയത്? 2 ദിവസമായി മോൾ അരിഭക്ഷണം കഴിച്ചിട്ട്. വായ്പ വാങ്ങാൻ ഇനി ഒരിടവുമില്ല. വീട്ടിലുള്ളവർ എന്തെങ്കിലും കഴിച്ചോന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? രാത്രിയാകുമ്പോ മൂക്കറ്റം കുടിച്ചോണ്ട് വരും. ഞാൻ കുടിക്കൂടി. നിന്റെ തന്ത ഉണ്ടാക്കിയ കാശ് കൊണ്ടല്ല ഞാൻ കുടിച്ചത്. എന്നെ ഉപദേശിക്കാൻ വന്നാണല്ലോ അടിച്ചു നിന്റെ തല്ലിക്കൊല്ല്. അല്ലെങ്കിൽ എനിക്ക് മോൾക്ക് എന്തെങ്കിലും വിഷം വാങ്ങിച്ചാ ഞങ്ങളുടെ ശല്യം തീരുമല്ലോ. ഒരു തൊഴിൽ വെച്ചെന്നാണല്ലോ അവളുടെ അമ്മയുടെ ഒരു കള്ളക്കരച്ചില്. മോള് കരയാതെ വാ, നമുക്കിടന്ന് ഉറങ്ങാം.